കേരളത്തിൽ ഇരുന്നു കൊണ്ട് പലരും പറയാൻ മടിക്കുന്ന ഒരു സത്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാവരിയ എന്ന MBBS വിദ്യാർത്ഥിനി ഉസ്ബെക്കിസ്ഥാനിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം കേരളം പൊതുവെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. മതപരിവർത്തനത്തിന് ഇസ്ലാമായി മതപരിവർത്തനം നടത്താൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി ആ കുട്ടി കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഹരിപ്പാട് പിലാപ്പുഴ സുപ്രഭ ഭവനിൽ ബസന്തിന്റെയും മിനിയുടെയും മകൾ സാവരിയ ബസന്ത്. പത്രവാർത്തകളിൽ നിങ്ങൾക്കിത് വളരെ വ്യക്തമായി കാണാം. ആ സാവരിയ ബസന്ത് കൊല്ലപ്പെടുന്നത് സഹപാഠിയുടെ അടിയേറ്റാണ്. സഹപാഠി മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു മുസ്ലിം ആൺകുട്ടിയാണ്. മതപരിവർത്തനത്തിനുള്ള നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി മരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രബുദ്ധ കേരളത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിലുണ്ടായ കൊലപാതകമാണെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെയല്ല. വളരെ ആസൂത്രിതമായി ആയുധങ്ങൾ ഉപയോഗിക്കാതെ തലയ്ക്ക് പുറകിൽ ലാപ്ടോപ്പ് കൊണ്ടുള്ള ഒന്നിലധികം അടികൾ, അതിനെ തുടർന്ന് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായി. ഈ സംഭവം പെട്ടെന്ന് കേട്ടാൽ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി അടിച്ചു പോയതായിരിക്കും എന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നട്ടെല്ല് തകരുന്ന, മുഴുവൻ വാരിയെല്ലുകളും ഒടിയുന്ന, കൈകളും കാലും തല്ലി ഒടിക്കപ്പെട്ട, പാദം മുതൽ തല വരെ നിരവധി ക്ഷതങ്ങളേറ്റിട്ടുള്ള, വളരെയേറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന, ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടുനിന്ന അതിക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടി മരിക്കുന്നത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഈ വസ്തുതകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും അവരുടെ കുടുംബാംഗങ്ങളിലൂടെയും പുറത്തു വന്ന സത്യങ്ങളാണ്. പക്ഷേ ഈ ക്രൂരമായ സംഭവം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യാൻ എല്ലാവർക്കും ഭയമാണ്. കാരണം ഈ കുട്ടിയെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അയച്ചത് ഇന്ന് കേരള മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ്. അതായത് ഇസ്ബുസീനോ ബുക്കാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏജൻസിയായ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ ചെയർമാനായ കോട്ടയ്ക്കൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്ന സ്ഥാപനം വഴിയാണ് ഈ കുട്ടി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ കൂടി പോയ കുട്ടിക്ക് മതപരിവർത്തനത്തിന്റെ പേരിൽ ആ രാജ്യത്ത് വെച്ച് മരണം നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപട്ടിക നീളുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ വരെ ആണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രം ഭരണം പിടിച്ചു നിർത്തിയിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന VD സതീശൻ എന്ന മേനോന്റെ മന്ത്രിസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിന്റെ പൊതു മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ആ പൊതു മനസാക്ഷി ഈ രംഗത്ത് കാണിക്കുന്ന കുറ്റകരമായ മൗനം അതിഭീകരമായ ഭവിഷ്യത്തുകളെ വിളിച്ചു വരുത്തും. ഈ സംഭവം നടക്കുന്നത് കേരളത്തിന്റെ പോലീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ടാണ്. അദ്ദേഹം പ്രതിയെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കി കഴിഞ്ഞു. അതിന്റെ തെളിവാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വിട്ടത്. നമുക്കറിയാം, ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ല, അതൊരു വിദേശ രാജ്യമാണ്. 94% സുന്നി മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം, അതാണ് ഉസ്ബെക്കിസ്ഥാൻ. ആ ഉസ്ബെക്കിസ്ഥാൻ സുന്നി മുസ്ലിം രാജ്യമാണോ അല്ലയോ എന്നുള്ളതല്ല, ഒരു വിദേശ രാജ്യമാണ്. ആ വിദേശ രാജ്യത്ത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പോലീസിന് ചെല്ലാനേ സാധ്യമല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ഏറ്റവും ആസൂത്രിതമായ ആദ്യത്തെ നീക്കമുണ്ടായത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാടിന്റെ MLAയുമായ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണ്. രമേശ് ചെന്നിത്തല വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളല്ല. അദ്ദേഹത്തിന് അറിയാം, ഈ കേസ് അന്വേഷിക്കണമെങ്കിൽ ഇന്ത്യക്ക് പുറത്തുപോയി അന്വേഷണം നടത്താനുള്ള അധികാരമുള്ള CBIക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ CBIക്ക് കേസ് വിടണം എന്ന് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശൻ മേനോനും ഒക്കെ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തത്?
ഇങ്ങനെ ചെയ്താൽ കേസ് തേച്ചു മായ്ക്കാൻ എളുപ്പമാണ്, മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കാനും എളുപ്പമാണ്. ഇതല്ലേ സത്യം? സത്യത്തിൽ CBIക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം. CBIക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ അത് ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പ്രകാരം മാത്രമേ പറ്റൂ. ഇനി അതല്ല എങ്കിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നിർദ്ദേശിച്ചാലേ പറ്റൂ. ഈ 3 മേഖലയിലല്ലാതെ, അതായത് സുപ്രീം കോടതിയുടെ, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമോ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമോ അല്ലാതെ CBIക്ക് കേസെടുക്കണമെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്ത് നടത്ത ഒരു കേസിൽ അവിടെ കേന്ദ്ര മന്ത്രിസഭ നിർദ്ദേശിച്ചാലേ പറ്റൂ. ഇതൊന്നും ഹരിപ്പാട്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്നിവർക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കുറ്റവാളി ആയിട്ടുള്ള മലപ്പുറം സ്വദേശിയായ സഹപാഠിയായ മുസ്ലിം കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ആഭ്യന്തരമന്ത്രി കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്, രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗ് പറയുന്നിടത്ത് മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കാനല്ലാതെ ഈ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും സത്യമാണ്. പക്ഷേ എന്റെ ചോദ്യം അതല്ല. കേരളത്തിന്റെ പൊതു മനസാക്ഷി എന്നൊന്നില്ലേ? പൊതുജനം ഇവിടെയില്ലേ? ഇവിടെ മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മെഴുകുതിരി കത്തിക്കുന്നു, മൗനപ്രാർത്ഥന നടത്തുന്നു, ജാഥ നടത്തുന്നു, പ്രതിഷേധിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു, അതുപോലെ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നും സന്ദർശിക്കാൻ പോയില്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായിട്ട് ഈ കാര്യത്തിൽ പ്രതികരിച്ചെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ലേ? ബാക്കി പാർട്ടികൾക്ക് എന്താ മൗനം? ബുദ്ധിജീവികൾ എവിടെ പോയി? കവികൾ എവിടെ പോയി? സാഹിത്യ സാംസ്കാരിക നായകന്മാരെവിടെ പോയി? അവരൊക്കെ നാവ് ചലിപ്പിക്കണമെങ്കിൽ അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആജ്ഞാപിക്കണം. ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനും കവിയും ബുദ്ധിജീവിയും ചിന്തകനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും മിണ്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സാവരിയയുടെ കൊലപാതകം. ഇത് കേരളീയ സമൂഹത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, പ്രതികരിച്ചാൽ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പോലും വർഗീയവാദി എന്ന് മുദ്ര കുത്തപ്പെടും. കാരണം സത്യം പറഞ്ഞാൽ കേരളത്തിൽ അവരുടെ വാ മൂടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ആണല്ലോ ഈ വർഗീയവാദി. വർഗീയവാദത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് സാവരിയ കൊലപ്പെട്ടത് എന്നുള്ളത് വ്യക്തമായിരിക്കെ അതിനെതിരെ പ്രതികരിക്കുന്നവനെ വർഗീയവാദിയാക്കുകയും യഥാർത്ഥ വർഗീയവാദികളെ രക്ഷിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും സാംസ്കാരിക ബുദ്ധിജീവി നായകന്മാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുബോധത്തിന്റെയും ഇവിടുത്തെ മീഡിയയുടെയും എല്ലാം മുഖത്ത് ഈ ചോദ്യം അവശേഷിക്കണമെങ്കിൽ പൊതുമലയാളി, അതായത് പൊതുസമൂഹം, പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയുന്ന നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അതല്ല, നിശബ്ദത പാലിക്കാനാണ് നമ്മുടെയും ഭാവമെങ്കിൽ നമ്മുടെ വീടുകളിലെ കുട്ടികൾ കൊലപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരില്ല. കാരണം അത്രമാത്രം ഭീകരമാണ് ഈ അവസ്ഥ. ഭീകരതയ്ക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഭരണകൂടവും പ്രതിപക്ഷവും വാഴുന്ന കേരളത്തിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുന്നറിയിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഒരു അപേക്ഷയായി. അതുകൊണ്ട് ദയവായി കേരളത്തിന്റെ പൊതുസമൂഹം ഈ കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.